ബഹുസ്വരതയിലും സമത്വത്തിലും ഭരണഘടനാ മൂല്യങ്ങളിലും അധിഷ്ഠിതമായ ഇന്ത്യ എന്ന ആശയത്തിനായുള്ള പോരാട്ടത്തിൽ സാംസ്കാരിക ലോകം മുന്നിട്ടിറങ്ങണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒന്നിക്കാം മുന്നേറാം എന്ന ആശയം ഉയർത്തി രാജ്യത്താദ്യമായി സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും 3 നാളുകളിലായി നടക്കുന്ന കൾച്ചറൽ കോൺഗ്രസിൽ പങ്കെടുക്കും. കലയും സംസ്കാരത്തെയും അരാഷ്ട്രീയവൽക്കരിക്കാനും സാമൂഹിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകറ്റാനുമാണ് രാജ്യം ഭരിക്കുന്ന വർഗീയവാദികൾ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതൊരു അപകടകരമായ നീക്കമാണ്. എതിർപ്പുകളെ നിശബ്ദമാക്കാനും വെറുപ്പിനെ ന്യായീകരിക്കാനും ശ്രമിക്കുന്ന ഭരണ സംവിധാനത്തെ ചെറുത്തുതോൽപ്പിക്കേണ്ടത് സാംസ്കാരിക ലോകത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. A time is emerging when cultural activists find little space to exist. We have seen artists threatened for personal choices, filmmakers attacked for challenging social norms, and writers wounded for their views. The right to decide what we see, eat, read, and believe is being steadily curtailed. ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. മന്ത്രി പി രാജീവ്, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, അടൂർ ഗോപാലകൃഷ്ണൻ, T പത്മനാഭൻ, തെലുങ്ക് സാഹിത്യകാരനും ഗാനരചയിതാവുമായ സുധല അശോക് തേജ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരത്തിലെ 8 പ്രധാന വേദികളിലായി സാഹിത്യം, നാടകം, സംഗീതം, ചലച്ചിത്രം, നൃത്തം, ശില്പചിത്രകലകൾ എന്നീ മേഖലകളിലെ പ്രമുഖർ കൊച്ചിയിൽ 3 നാൾ ഒത്തുചേരും. 22-ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള സാംസ്കാരിക കൂട്ടായ്മ നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യും. സെമിനാറുകൾ, സംവാദങ്ങൾ തുടങ്ങി ഒട്ടേറെ അനുബന്ധ പരിപാടികളും കോൺഗ്രസിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.